വീട് അലങ്കോലമാണോ? പരാതി പറയരുത്. അടുക്കളയിൽ മുഷിഞ്ഞ പാത്രങ്ങൾ, നിലത്ത് ചിതറിക്കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ, സോഫയിലെ ചെറിയ കറകൾ. ദയവായി അതിനെക്കുറിച്ച് പരാതി പറയരുത്. കാരണം ആ അലങ്കോലത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നറിയാമോ? ആ വീട്ടിൽ ജീവന്റെ തുടിപ്പുണ്ട് എന്നതാണ്. അവിടെ ഒരു കുട്ടി ജീവിക്കുന്നു, വളരുന്നു എന്നതാണ്. ഒരു ദിവസം നിങ്ങളുടെ വീട് അതിയായി വൃത്തിയാവും. എല്ലാം കൃത്യമായി, ഒന്നും അസ്ഥാനത്തില്ലാതെ. അടുക്കള തിളങ്ങും, സോഫ സ്പോട്ട്ലെസ് ആയിരിക്കും. പക്ഷേ ആ വൃത്തിയിലും ഒരു ശൂന്യതയുണ്ടാകും. കാരണം അന്ന് ആ അലങ്കോലം സൃഷ്ടിച്ച കുഞ്ഞുങ്ങൾ അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് പറന്നുപോയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഒരു കളിപ്പാട്ടത്തിലൊന്ന് ചവിട്ടിപ്പോകാൻ, ഒരു ചെറിയ ശബ്ദം കേൾക്കാൻ, ചുവരിലെ ആ ചെറിയ വിരലടയാളങ്ങൾ വീണ്ടും കാണാൻ, ഉമ്മ, ഉപ്പ, താത്ത എന്ന വിളികൾ ഒന്നുകൂടി കേൾക്കാൻ. ആ നിശബ്ദ വീട്ടിൽ ഒരു ദിവസം കോളിംഗ് ബെൽ മാങ്ങും. പക്ഷേ അതൊരു അതിഥിയാകും. ഒരിക്കൽ ആ വീട്ടിൽ അലങ്കോലം സൃഷ്ടിച്ച കുഞ്ഞ് ഇന്നൊരു വിസിറ്റർ മാത്രം. അതുകൊണ്ട് വീട് വൃത്തിയാക്കൂ, കുട്ടികളെ വൃത്തിയാക്കാൻ പഠിപ്പിക്കൂ. പക്ഷേ അവരുടെ അലങ്കോലം ഒരിക്കലും ശപിക്കരുത്. കാരണം കുട്ടികൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ഐശ്വര്യമാണ്. ഒരു ദിവസം ഇന്നത്തെ ഈ അലങ്കോലം നാളെയുടെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകളാകും. അതിനാൽ ഇന്ന് എന്റെ വീട് നിശബ്ദമല്ല എന്ന് സന്തോഷിക്കൂ. ആ ചെറുവികൃതിയെ ചേർത്തുപിടിക്കൂ. ആ നിമിഷങ്ങൾ ആസ്വദിക്കൂ. കാരണം സമയം തിരിച്ചുവരില്ല, ഓർമ്മകൾ മാത്രം നിലനിൽക്കും.